പിങ്ക് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ബാസുമോനെ? ജോക്കർ താങ്ക് യു സോ മച്ച്. അത് ഖത്തറിൽ ഇല്ല ജോക്കർ ബ്രോ, ഞാൻ അടിച്ചില്ല. അവരൊക്കെയാണ് ഇന്നലെ വിനീതിന്റെ ഇതല്ലായിരുന്നു നമ്മളിവിടെ. ഞാൻ ഇന്നലെ ഫുള്ള് ബാർട്ടൻഡർ ആയിരുന്നു. ബാർട്ടൻഡർ സായിപ്പണ്ണ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. അച്ഛനില്ലാത്തവനെ എന്താടാ പിസ്റ്റൊന്നും കൊടുത്തിട്ടില്ലേ? കേട്ടില്ല. തീർത്തതാ സായിപ്പ് എന്നെ കൊല്ലാതെ എന്റെ കൂടെ തന്നെ എന്നെ നിലത്തുണി എത്തിയാനെ. സായിപ്പ് എന്റെ ഫ്രണ്ടിലടാ. സായിപ്പ് എന്റെ ഫ്രണ്ടിലടാ. മറ്റേ സാമാനത്തിന്റെ മണ്ടക്കാണ് വീണ്. എന്റെ അവസ്ഥ നോക്കണേടാ. സീരിയസ്ലി പറയല്ലോ, എന്തോ കുഴപ്പമുണ്ട്. ആദ്യത്തെ കളി മാത്രമേ വരെ കളിച്ചിട്ടുള്ളൂ. അതാ അവിടെ ഒറ്റയ്ക്ക് കളിക്കാതെ ഒരുമിച്ച് കളിക്കേ. എന്നെ രക്ഷിക്കുക. മാമൻ ഗെയിമിംഗ് താങ്ക് യു സോ മച്ച് ഫോർ 100 rupees. വെൽക്കം ചേട്ടാ, വെൽക്കം ടു ദി സ്ട്രീം ചേട്ടാ. എന്നെ രക്ഷിക്കുക. അവസ്ഥ ഇതാടാ, 2 കളിയായിട്ട് ഇന്ന്. എന്നെ രക്ഷിക്കുക. എങ്ങോട്ട് ഓടിയാലും ഓടിച്ചിട്ട് അടിക്കണ. ജോയ്സ്റ്റിക് ഒക്കെ എന്തോ ആയി കേട്ടോ. ഇന്നത്തെ കളി കഴിഞ്ഞാൽ സാഹിബിന് POV കാണിച്ചു കൊടുക്കും മുമ്പേ. നിന്റെ എന്നെ പണ്ണോ ബ്രോ, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഒരാട്ടി വന്നോ. നിന്റെ അച്ഛന്റെ അച്ഛന്റെ മുമ്പ് റീകോളൊക്കെ മുമ്പേ രക്ഷിച്ച് അങ്ങനെ നോക്കണം. മൈര കളി കണ്ടുപടി പോയിട്ട് മൈര പോയിട്ട് ഇവന്മാരുടെ അടിയടാ. അങ്ങനെയാണ് സാഹിബ് എന്നെ എല്ലാരും പറക്കിട്ട് അടിക്കണം സാഹിബ്. ഞാനപ്പോ എന്തോരം പറയണം. അല്ലടാ ഇവന്റെ ടെലിപ്പോർട്ട് ഞാൻ ഞാൻ നോക്കായ സാഹിബിന്റെ ബേക്ക് സാഹിബ് രക്ഷിക്കോ ഞാൻ ചോദിക്കുന്നുണ്ട്. ഇവർ രണ്ടാളും ഇല്ല എന്നെ നോക്കാണ്ട്. ബേക്കിൽ സീരിയസ് ഗെയിം പ്ലേ തന്നെയാണ് ബ്രോ. എനിക്ക് അങ്ങനെ ഞാൻ ഫൈറ്റ് എടുക്കാൻ നേരം അതൊക്കെ സീരിയസ് ആയിട്ട് തന്നെ കളിക്കാറ്. പക്ഷെ ഒരു ഭാഗ്യമില്ല. ഇവന്റിൽ ഞാൻ വെറുതെ അവിടെ എനിക്ക് ഗണ്ണേ കിട്ടണില്ല. ഒരു ലക്ക് ഫാക്ടർ എന്ന് പറയുന്ന സാധനം എനിക്ക് അവിടെ കിട്ടുന്നില്ല. അത് മെയിൻ പ്രശ്നം. അതിന്ന് ശകുനി വീട്ടിൽ വന്നിട്ടാണ് കുറച്ച് പുറകെ തണുക്കുന്നത് ഉള്ള കാര്യം വരാലോ. എടാ എന്നോട് കൊണ്ടു പുറകില് ഞാൻ ഈകളെ കുറച്ച് കുറച്ച് കുറയ്ക്കണ്ട. ഇത്തിരി പൊസിഷൻ ഒന്ന് മാറ്റിയാൽ മതി. പുറത്തോട്ട് അടിക്കണേ. വരുന്നു. ഒരു മിനിറ്റ് ഞാൻ പൊക്കിട്ട് വരാം. ഒരു മിനിറ്റ് പൊക്കട്ടെ. ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ല. ഇടലും ഡ്രസ്സാ കേട്ടാ ഞാൻ ഇട്ടേക്കുന്നേ. നോക്കിയോ അതപ്പ എന്നെ നീ നോക്കിട്ട് പറ. വളഞ്ഞത് തന്നെ അത് അങ്ങനെ ഒരു കൊച്ചു ഫുണ്ടാ. ഇതെല്ലാം അരിച്ച് പറക്കിക്കൊണ്ട് പോയേക്കുവാ. കട്ടള പോലും ഇല്ല ഈ ബിൽഡിങ്ങിനൊന്നും. കണ്ട ഇതിന്റെ കട്ടള പോയി. ഇതിന്റെ കട്ടളയൊക്കെ ഏതോരത്തിന്റെ ബാഗില്ല, level 3 ബാഗില്. ഇതിനകത്തൊന്നും ഒന്നും ഇല്ല. ഒരു M4 എവിടെയും കിട്ടുന്ന നോക്ക്. റീകോണിനോട് ഒരു ഹായ് തരാൻ പറയോ? ഇല്ല ആറ്റിറ്റ്യൂഡാണ് ഗയ്സ്. ഇവിടെ വേറെ ആരല്ലേ? ഓഹോ ആ ഡിമാൻഡ് നോക്കണേ.
1.5 മിനിറ്റ് കഴിഞ്ഞിട്ടാ കൊടുത്തു. 1.5 മിനിറ്റ്. എല്ലാരും മൈൻഡ് ആക്കുന്നില്ല. ഞാനവിടെ നോക്കായാലും എന്നോട് ആരും ഒന്നും വേണ്ടിയിട്ടില്ല. നേരെ വിളിക്കുന്നത് മോളില് ഇവർ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. ഇവർ രണ്ടുപേര് എന്നെ പറയുന്നത് കാരണം ഞാൻ തൂണിച്ചത്തവന്റെ രോദനമൊന്നും ഇവിടെ ആർക്കും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. തൂണിൽ തലയടിച്ച് വീണതാണ് ഞാൻ. എന്നെ ഒന്നും പൊക്കാൻ ആരും ഇല്ലായിരുന്നു റീക്കോണെ. ചില സമയത്ത് 42 കണക്കിന്റെ തീർത്തിട്ട് ബാക്കി തീർത്താ മതി കേട്ടോ. എല്ലാ കുണ്ണയും കേട്ടോ. വേണ്ട നിർത്തിക്കോ. കണക്കും 42 ഇത് മാറ്റേണ്ടല്ലോ. അവസാനം അത് 42-ലെത്തും. അതങ്ങനെ എന്റെ അമ്മോ അതങ്ങനെയാണ്. എടാ റീക്കോണെ ചില സമയത്ത് ജീവിതത്തിൽ നമ്മൾ അങ്ങനെയാ. അതായത് നമുക്ക് പ്രതിസന്ധി ഘട്ടങ്ങൾ ഒരുപാട് വരും. അപ്പൊ നമുക്ക് നമ്മളെ മാത്രമേ ഉണ്ടാവുള്ളൂ. നമുക്ക് നമ്മളെ മാത്രമേ ഉണ്ടാവുള്ളൂ. ആരും ഉണ്ടാവില്ല നമ്മുടെ കൂടെ. ഒതന്റെ ബേക്കിലാ എങ്ങനെ നിൽക്കുന്നതാ? ഫൈറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ അപ്പുറത്തെ ക്രോസ് ചെയ്യുമ്പോ എന്തിനു പൈസ തരും? ഫൈറ്റ് ആയിരുന്നോ? അതന്നെ ഫൈറ്റ് ആയിരുന്നോ? സെന്റർ ബിൽഡിങ്ങിന് മണ്ടക്കേ കേറും. ഒരുത്തൻ 1 HP ദൂരത്ത് 10 ബുള്ളറ്റ് 5 ഉണ്ടോടാ? 5 അതപ്പാ 5 കാണുന്നുണ്ടോ? സ്റ്റെപ്പിന്റെ അടുത്ത് അടിക്കണ്ടേ? ഈ സ്റ്റെപ്പിലെടുത്ത് ഇതിന്റെ മേലെ, ഇതിന്റെ തൊട്ട് മേലെ, ഇതിന്റെ തൊട്ട് മേലെ, എന്റെ തൊട്ട് മേലെ. Thank you. ബോട്ടാ. ഓ സോറി. ഓ ഡാൻസ് കളിച്ചിട്ട് ഓടുന്നിട്ട് അവൻ തിരിച്ചുകൂടി എണ്ണ. ഓനെ പിടിക്ക. സെന്റർ അടുത്ത വരുന്നു. ബോട്ടാന്ന് തോന്നുന്നു. ബോട്ടാ ഇത് ബോട്ടാ. ഡ്രോപ്പ് ചെയ്തിട്ടാ ഇങ്ങോട്ടോ കുറച്ച് ടൈം ഉള്ളിനോട് തന്നെ. ഇല്ല ഇത് എന്റെ മോനെ നല്ലടിയായിരുന്നു വെച്ചത്. അതപ്പാട്ടന്ന് നമുക്കന്ന് അപരാധിയൊക്കെ ഇവിടെ അടിക്കണേ. അവന്റെ അച്ഛന്റെ പുണ്ണമറത്തത് എല്ലാം മരുന്നടിക്കുക. എനിക്കറിയില്ല എങ്ങനെ അടിച്ചിട്ട്. ഞാൻ താഴെ ഇറങ്ങിയപ്പോൾ നിങ്ങൾ രണ്ടുപേരും കണ്ടിട്ടില്ല. അന്റെ മേലെ നടന്നോ അടിച്ചോ? എന്തെല്ലാം ഉണ്ട് റീക്കോ കണ്ടു വെച്ചിട്ട്. അല്ലാണ്ട് ഒന്നും വിളിക്കൂല വെറുതെ. സ്ട്രീം സ്നൈപ്പ് ഒന്നും അല്ല. അവന്മാരവിടെ റീകോൾ ആയതാ. കൈക്ക് എന്തോ കുഴപ്പമില്ല. എവിടെ തോണ്ടാൻ? എന്റെ തോണ്ടാനുള്ള സാധനം ഇല്ല. വേണ്ട തോണ്ടിക്കോ. നീ അയാൾക്ക് ഒരു കുണ്ണയും പറഞ്ഞാൽ അയാള് മറ്റേ പൊന്നത്തിയോ മറ്റേ സോറി അത് നോക്കിയിട്ടില്ല. നീ അത് വെച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം? എക്സ്കവേറ്റ്. ഇതാണ് എനിക്ക് പറ്റിയ പണി സത്യം പറഞ്ഞ. ഇപ്പൊ അതിനകത്ത് വെടിവെക്കുന്നതൊന്നും നടക്കൂല. വല്ല തോണ്ടിയോ പിടിച്ചു പറിച്ചോ വല്ല എടുത്തോണ്ട് നടക്കാം. അതാണ് പറ്റുന്നത്. ഇവിടെ കഴിഞ്ഞു.
പോരില്ല അണ്ണ ഓകേ ഉള്ളു. കള്ളം പറയല്ല ബ്രോ. കള്ളം പറഞ്ഞാ കണ്ണ് താഴെ വേണ്ട. തോണ്ടി കുഴിച്ചെടുക്കണ്ട. എടാ ഇത് ഇതെന്ത്? ആ എന്താ എക്സ്ട്രാ വന്നിനാ? വരുത്. ഗൈസ് കോമ്പറ്റീറ്റീവ് ലെവൽ ഗെയിമിൽ ഇറക്കുന്നില്ലേന്ന് ബ്രോ. മനസ്സിലായില്ല. ക്യാമ്പ് ഒക്കെ അടിച്ചെടുക്കേണ്ട വരും. അതൊക്കെ ഭയങ്കര ഒരു മിനിറ്റ്. ആ കിട്ടി. ഒരു കീ കിട്ടിയില്ല. ഭയങ്കര മടുപ്പാ. ഈഗിളൊരു 3x വേണോ? ആ 3x ആണ്. കീ ഒന്നും കിട്ടിയില്ല. കീ കിട്ടി. കണ്ണും കാണില്ലോട്ടെ. എടാ വയസ്സായടാ. ഹീലി എന്തെങ്കിലും ഉണ്ടോ? ആ ഫുൾ നെറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. കുണ്ണയും കൂടെ അങ്ങ് എടുത്ത് കൊടുക്കാൻ പറ്റില്ല. എല്ലാം കളയാൻ പറ്റില്ല. എന്നാ പിന്നെ എല്ലാം കൊടുക്കുന്നുണ്ട്. ജിപേ നോക്കൂ ഷാമിൽ വിറ്റി ബ്രോ. ഈ ഫോണിൽ തന്നെ ബ്രോ ജിപേ. ഞാനത് കഴിഞ്ഞിട്ട് നോക്കാം ബ്രോ. അസൂയ. അയ്യോ, അയ്യോ. അതില്ലല്ലോ റീകോണ്ട് കൊടുക്കേ. ഫുൾ നെറ്റ്. എന്താടാ സാഹിബേ? കൊറേ നേരം അതെടുക്ക് ഇതെടുക്ക് മറ്റേ കുരിഞ്ഞു വാ കൊറേ നേരം പറയുന്നത്. അറിയാത്തവർക്ക് സത്യം റീകോൺ സാഹിബിനോട് മറ്റേ ഇത് കാണിക്കുന്നത്, ഈഗോ കാണിക്കുന്നത്. സാഹിബ് വിടണോ? മറ്റേ കീ എടുക്കാം. അതെ ഗോഡൽ സാഹിബിന്റെ പെട്ടി. ഇതിനകത്ത് എല്ലാം ഉണ്ട്. ലൂട്ട് കയറിയതിന്റെ ആ ആനിമേഷൻ അനുസരിച്ച് ഞാനിങ്ങനെ ഇതാക്കിയതാടാ. പണ്ടൊരു പർവ്വതാനി ആരോ ബാഗ് കയറിയുണ്ട്. സ്ത്രീക്ക് പോയാണ് ആടാ. കണ്ടു ഇവര് പറഞ്ഞു. കണ്ടു ബ്രോ, കണ്ടു തൃപ്തിയായി. സാഹിബിന് ഈഗോ സാഹിബ്. എടാ നമ്മളൊരു ഇതാണ് മനസ്സിലായോ? നമ്മൾ അവർ തൂക്കുമ്പോൾ നമ്മൾ ഇത് ചെയ്യണം മനസ്സിലായോ? നമുക്ക് സന്തോഷമുള്ള നമുക്ക് അടിക്കണം. ഫസ്റ്റ് തന്നെ കോമ്പറ്റീറ്റർ ആണോ? സാഹിബ് അടിക്കാൻ നമുക്ക് അടിക്കാൻ പറ്റില്ല. അവിടെ അടിക്കില്ല മനസ്സിലായോ? അങ്ങനെയാണ്. രാവിലെ അടിച്ചതിന്റെ വിഷം എടുക്കാം. സാഹിബേ ഒന്ന് ഈ കണ്ടിട്ട് നമ്മുടെ എന്നും മൂഞ്ചുന്ന ഒരു കളിയില്ലേ, അതായിട്ട് എനിക്ക് ജസ്റ്റ് ഒന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് സേഫ് ആയിട്ടൊന്ന് കളിക്കാം. അത് ഈ കളിയല്ല, അത് ലാസ്റ്റ് കളിയാ. അണ്ണ ഐ ആം ഫ്രം അടൂർ കാണണം. നേരെ വീട്ടിലോട്ട് ഈ സമയത്തോ? എടാ പോടാ, ഈ സമയത്ത് വീട്ടിലോട്ട് എത്താൻ ഞാൻ കുഞ്ഞായൊക്കെ പാബ്ലോ ഒക്കെ എപ്പോഴും അടിച്ചു. പാബ്ലോ അടിച്ചു. അവരൊക്കെ കുഴി കുടിച്ച് കിണറെ കുഴിച്ച് വെള്ളം കണ്ട് അടിച്ചത് അറിയാം നിനക്കൊക്കെ. കിണർ കുഴിച്ച് വെള്ളം കണ്ട. എടാ പാബ്ലോടെ ലൈവൊക്കെ കാണുന്നത്. പാബ്ലോ കൊറേ കഷ്ടപ്പെട്ട് കേട്ടോ, കൊറേ ഇരുന്ന് അതിന് വേണ്ടി. കഷ്ടപ്പെട്ട് നമ്മള് കഷ്ടപ്പെട്ട് കൊറേ കുണ്ണയില്ലാത്തവന്മാരുണ്ട് ഇവിടെ. ഇപ്പൊ പൊക്കിയില്ലാതെ കരയുന്നേ മറ്റേ കൊണച്ചോ എന്ന് പറയണ അവരൊറ്റ ഒരുത്തം കാരണം എന്റെ കാര്യല്ലേ. ഇല്ല നീ PSI എനിക്ക് മേടിച്ചോണ്ടാ പിന്നെ സേവ് ചെയ്ത അവനാണ്. കാശി SLC എഴുതുന്ന ടൈമിൽ ചലഞ്ച് നിർത്തി വെക്കുവോ? എന്തിന് കാശിയല്ല SLC ചെയ്യുന്നല്ല, ഞാനല്ല SLC ചെയ്യുന്നേ. അപ്പോഴും നീ കളിക്കുന്നാണോ? അപ്പോഴെ കളിക്കുന്നുണ്ടേ സൈബർ കളിക്കും. ഇല്ല, പരീക്ഷ സമയത്ത് അവന് ഡിസ്റ്റർബൻസ് ആവുന്ന രീതിയിൽ ഒരു കളി ഉണ്ടാവത്തില്ല. റീൽസ് കളി ഉറപ്പായിട്ടും. എടാ നീയൊക്കെ ഇന്ന് കളിയാക്കും, പക്ഷെ ഞങ്ങൾ 50 ഡിന്നർ ഇതുപോലെ അടിച്ച് നിന്റെ അണ്ടി ഉയ്യോ മയില് എനിക്ക് കിട്ടി. ഞാൻ വീണു. നിങ്ങളവിടെ പോയി അവിടെ തിരിച്ചുകൂടാ പൊട്ടാ. ഇത് കണ്ട ഇതെന്താ ലാസ്റ്റ് മേടാ. അതെന്താ ഹീല് കഴിഞ്ഞ പോകാഞ്ഞ നിങ്ങള്?
എടാ അവൻ എത്ര ടാഗ്, എടാ അവൻ ടാഗ് ഇടായിരുന്നടാ. എടാ ഞാൻ പറയട്ടെ, ഒതപ്പം വീണപ്പോ ഞാൻ ഒതപ്പിനെ പൊക്കുമായിരുന്നു, നീ ഒന്ന് ഹോൾഡ് ചെയ്താൽ മതിയായിരുന്നടാ. ഞാൻ ആ സമയത്ത് റീകോണും തിരിച്ച് എന്റെ കൂടെ വന്നു, ഞങ്ങൾ 3 പേര് ഇവിടെ ആയിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഇതാ നിന്റെ അവരെ വന്നിട്ട് ഞങ്ങക്ക് കിട്ടിയേ വീണോ താൻ എന്നിട്ട്? അവനെ നോക്കിട്ട് പക്ഷെ വേറെ അടിച്ച്. എത്ര മണിക്കൂറാടാ? ഹാപ്പി എൻഡിങ്. എത്ര മണിക്കൂറായി? 1800 ഡാമേജ്, 7 കില്ല്. കൊള്ളാം, നൈസായിപ്പോയി. ലൈവിൽ ആരെപ്പോഴായി ഇത് ഉറപ്പാ. നമ്മള് നീ ഒന്ന് ഹോൾഡ് ചെയ്താൽ അവൻ നേരെ നോക്കായി അവിടെ. ഞാൻ അവനെ റിവൈവ് ചെയ്യുമായിരുന്നു, നീ അപ്പൊ ഒറ്റയ്ക്ക് പോയി അവിടെ. ഈകള് പറഞ്ഞതുപോലെ എനിക്ക് ആ നമ്മള് മൂഞ്ചുന്ന ആ മാച്ച് ഇല്ലേ, ആ മാച്ചായിട്ട് എനിക്കിത് തോന്നിയതാ. ഈകള് കരുതാക്കുണ്ട്, അതുള്ള കാര്യം പറയാലോ. ഇല്ലേ എടാ, സൈക്കോന്റെ 27, നമ്മുടെ എത്ര ഈകളെ? 5 5ആണോ 4ആണോ? 5. അപ്പൊ 27 5 എത്ര ഗൈസ്? 25 32 ഡിന്നർ ഇന്ന് പോയി കേട്ടോ. മൊത്തത്തിൽ കേരള 32 ഡിന്നർ പോയി മൊത്തത്തിലാണ് കൂട്ടിയേക്കാൻ.